സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ സെഷൻ ട്രൈബ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം ട്രൈബ്സ് എന്താണെന്നല്ലേ. നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് ട്രൈബ്സ് നമ്മൾ പെട്ടെന്ന് വയനാടാണ് ഓർമ്മ വരിക. വയനാട് എന്ന് പറയുന്നത് നമ്മുടെ കുന്നുകളിൽ അല്ലെങ്കിൽ കാടുകളിൽ ട്രൈബ്സ് ഉണ്ട് അല്ലേ. അതായത് ആരാണ് ആദിവാസികൾ എന്നൊക്കെ നമ്മൾ പറയും, ഒരു ട്രൈബ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്ലാസ് ആൻഡ് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചാണ്. അതിൻ്റെ വേറൊരു പാർട്ടാണ് ട്രൈബ്സ്. ആരാണ് ദ അണ്ടർസ്റ്റാൻഡിങ് ട്രൈബ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് അവെയർനെസ്. ഓക്കെ, ട്രൈബ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അവെയർനെസ് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ മിസ് വായിച്ചുതരാം. ട്രൈബ്സ് ഇൻ ഇന്ത്യ ഹാവ് ബീൻ സ്റ്റഡീഡ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് മെനി സ്കോളേഴ്സ്. ഇൻ ദിസ് വി ഡിസ്കസ് അബൌട്ട് ദ മേജർ ഇഷ്യൂസ് കൺസേൺ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ദർ ആർ largely excluded from the mainstream of social lives, are often deprived of indigenous source in livelihood. They are quite frequently uprooted from their socio-cultural traditions and they experience loss of their dignity and independence. The government's policies have a negative and positive impact on tribal societies, resulting one tribal response to these politics and great concerns of the policy maker continue to be അപ്ലിമെൻറ്റ്. അതായത് ട്രൈബ്സ് ഇൻ ഇന്ത്യ ഹാവ് ബീൻ സ്റ്റഡീഡ് ആൻഡ് റിട്ടേൺ ബൈ സ്കോളേഴ്സ്, മെനി സ്കോളേഴ്സ്. അതായത് ട്രൈബ്സിനെ പറ്റി നമ്മുടെ ഇന്ത്യയിലെ സ്കോളേഴ്സ് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ട്രൈബ്സ് അവരവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടും അവരുടെ ഇൻഡിപെൻഡൻ്റ് എത്രത്തോളം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നതിനെ പറ്റിയും അവർക്ക് തന്നെ ഒരു എന്തില്ല, പ്രത്യേകിച്ച് അവർക്കൊരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവർക്കൊരു നോളജ് ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം അവർ പുറത്തേക്ക്, അതായത് ഫ്രീഡം, സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നില്ല. അവരുടെ റിലീജിയസ് അല്ലെങ്കിൽ അവരുടെ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് അവർ ജീവിക്കുന്നത്. കാരണം അവർ ഈ എക്സാമ്പിൾ അധികം അവർ പബ്ലിക്കിലേക്ക് ഇറങ്ങി നടക്കുന്നില്ല, പ്രധാനമായും ഒരു ഓപ്പൺ എയറിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നോളജ് ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് ആദിവാസികളിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ, സ്കൂളുകളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റ്സ് ആയിട്ട് എത്രയോ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് പഠിച്ചിങ്ങനെ വരുന്നതാണ് പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ ട്രൈബ്സിന് ഒരു സ്കൂളിൽ പോകാനുള്ള അവകാശങ്ങളോ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതിനെപ്പറ്റി അവരും ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ജസ്റ്റ് ട്രൈബ്സ് എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. കാരണം അവർ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നില്ല, പബ്ലിക്കായിട്ട് നടക്കുന്നില്ല, പബ്ലിക്കിൽ നമ്മുടെ റോഡിലൂടെ അല്ലെങ്കിൽ അവർ വാഹനങ്ങളൊന്നും ഓടിച്ച് പോകുന്നില്ല. പിന്നെ ഡ്രസ്സിൻ്റെ പാറ്റേൺ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ട്രൈബ്സ് ബോധേഡ് അല്ലായിരുന്നു പണ്ട് പ്രീഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ എന്നാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, ധാരാളം സ്കോളേഴ്സ് ഇവരെ പറ്റി പഠിച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ട്രൈബിനെ മനസ്സിലാക്കുക. എങ്ങനെയാണ് ട്രൈബിനെ മനസ്സിലാക്കുക? Derived from the Latin term tribes, the term tribes means inhabited place. The tribes എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇൻഹാബിറ്റഡ് പ്ലേസ് എന്നാണ്. ഇറ്റ് ഡിനോട്ട്സ് അപ്പം സ്കോളേഴ്സ് എന്താണ് ട്രൈബ്സ് എന്നാണ് പറഞ്ഞത് സ്കോളേഴ്സിൻ്റെ അഭിപ്രായത്തിൽ? ഓക്കെ, ട്രൈബ്സ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ, ആ പോയിന്റിന് മുമ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു അഗ്രേറിയൻ പോളിസീസ് ഓഫ് issues relating access and socio-economic conditions of tribals, simple form of religion and common district and unity, strength and distinctive characteristics of tribes. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ട്രൈബ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ട്രൈബ്സ്. ഇറ്റ് ടേം ട്രൈബ് മീൻസ് ഇൻഹാബിറ്റഡ് പ്ലേസ് ആൻഡ് ഡിനോട്ട്സ് ദ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഫോമിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ക്ലെയിമിംഗ് from a common ancestor. The term tribe was used by colonial government in India categorized a large number of group of different from term caste. അപ്പോൾ ട്രൈബ് എന്നുള്ള വേർഡ് വന്നത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ട്രൈബ്സ് എന്ന വേർഡ് വന്നത്. ഇറ്റ്സ് മീൻസ് ഇൻഹാബിറ്റഡ് പ്ലേസ്. ട്രൈബ്സ് മീൻസ് ഇൻഹാബിറ്റഡ് പ്ലേസ് എന്നാണ്.
Okay, it is the conditions of material conditions of living. The tribes are essentially primitive. അതായത് ഉൾവലിഞ്ഞുള്ള ആൾക്കാർ, ഉൾവലിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ട്രൈബ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ബാക്ക്വേർഡ് ഇൻ ക്യാരക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻറ്റ്. ദ ടേം ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലേ, പരിഗണിക്കുന്ന വിഭാഗമാണ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ട്രൈബ്സ് എന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു നിയമം അങ്ങനെയാണ് ആയി മാറിയത്. Came to be based denote tribes who are scheduled such constitution of India. The tribal communities are distinguished from other community by relative isolation, cultural distinction and law of production and subsistence. Okay, they are called out Adivasi, Vanavasi, Janjati and അനുസൂചിത ജാതി ആൻഡ് പ്രിമിറ്റീവ്സ് പീപ്പിൾ തന്നെയാണ് ഇവർ. പ്രിമിറ്റീവ്സ് പീപ്പിൾ അറിയപ്പെടുന്നത് ആദിവാസി ആൻഡ് വനവാസി. വനത്തിൽ താമസിക്കുന്നത് കൊണ്ടാവാം അവർ എന്തില്ല പുറത്തേക്ക് വരുന്നില്ല, ഓപ്പൺ എയറിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് അവർ വനത്തിലാണ്. പിന്നെ ആദിവാസി, അത് ആദ്യമേ വസിച്ച്, അതായത് പെട്ടെന്ന് ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത, ആ നോളജ് ഒന്നും പെട്ടെന്നൊന്നും അങ്ങനെ എന്താണ് അക്കാദമിക്കായിട്ടൊന്നും അങ്ങനെ അതില്ലാതെ ഒരു പുറകോട്ട് വലിയുന്ന ടീമാണ് ആര്, ട്രൈബ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, the next, the definition of common topography. Distinctive characteristic of tribes. ട്രൈബ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ട്രൈബൽ പീപ്പിൾ വിത്തിൻ എ ഡെഫിനിറ്റ് ടോപ്പോഗ്രഫി ഇൻ കോമൺ പ്ലേസ് ഓൺ മെമ്പേഴ്സ് ഓഫ് പെർട്ടിക്കുലർ ഓക്യുപ്പൈങ് ദ റിലീജിയൻ ഇൻ ദ ആബ്സെൻസ് ദ കോമൺ ബട്ട് ഡെഫിനിറ്റ് ലിവിംഗ് പ്ലേസ്. ട്രൈബൽ വിൽ ലോസ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബൽ ലൈഫ് ലൈക്ക് കോമൺ ലാംഗ്വേജ്, വേ ഓഫ് ലിവിങ് ആൻഡ് കമ്മ്യൂണിറ്റി സെറ്റിൽമെൻറ്റ്. അവരുടെ ഒരു ലാംഗ്വേജ്, അവരുടെ ഒരു ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഒരു വ്യത്യസ്തമാണ്. And sense of unity is initiable necessity of tribal unity, and their very existence tribe depends upon the tribal sense of unity during time of peace of war. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തില്ല, ഒരു യൂണിറ്റി സ്ട്രെങ്ത് ഒന്നുമില്ല. അവരിങ്ങനെ ഓരോ ദിവസം ജീവിച്ചു പോകുന്നു. അവർക്ക് വേറെ പല കാര്യങ്ങളെപ്പറ്റി നോളജ് ഉണ്ടാക്കണമെന്നോ ഫ്യൂച്ചറിലേക്ക് അങ്ങനെ വേണമെന്നോ ചിന്തയൊന്നുമില്ല പറയുന്നത്. Endogamous group. Tribal people generally do not marry outside their tribe, and marriage within the tribes is highly appreciated and much applauded. അവരുടെ കൂടെ തന്നെയുള്ള ട്രൈബ്സ് കാസ്റ്റിൽ നിന്നാണ് അവരെന്ത് ചെയ്യുക, മാരി ചെയ്യുക. കോമൺ ഡയലക്റ്റ് എന്നാൽ the members of tribal community exchange their views of common dialect. This element further strengthens their sense of unity. അവർ പിന്നീട് അത് സെൻസ് ഓഫ് കുറച്ചൊരു സ്ട്രെങ്തൺ ആയി മാറാൻ തുടങ്ങി. The ties of blood relationship is the greatest bond, the most powerful force in the sense of unity among the ട്രൈബൽസിന് ബ്ലഡ് റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം ആരെങ്കിലും ആക്രമിക്കാനൊക്കെ വന്നാൽ ഇവർ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കാനുള്ള സ്ട്രോങ് ആൻഡ് പവറുള്ള ആൾക്കാരാണ് ആര്, ട്രൈബ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് അവയർനെസ്, അതായത് ട്രൈബൽ പീപ്പിൾ ഓൾവേസ് നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസ്ട്രക്ഷൻ ഓഫ് ഇൻസ്പിറേഷൻ അതർ ഇസ് എ സിംഗിൾ പൊളിറ്റിക്കൽ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ഓൾ ദ പവേഴ്സ് ആർ ദി അതോറിറ്റി ദ സേഫ്ലി. അതായത് അതോറിറ്റി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നിങ്ങൾ സംരക്ഷണത്തിലാണ്, നിങ്ങൾക്ക് ഇറങ്ങിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഓരോ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ലെവലിലാണെങ്കിലും ഇവരെന്ത് ചെയ്യുന്നില്ല, ഔട്ട്കം പുറത്തേക്ക് വരുന്നില്ല. ഡിസ്റ്റിങ്ക്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. എവറി ട്രൈബ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വിച്ച് ലുക്സ് ആഫ്റ്റർ ദി ഇൻട്രസ്റ്റ് ഓഫ് ട്രൈബൽ പീപ്പിൾ. ആ ട്രൈബൽ പീപ്പിളിന് ഇടയിൽ തന്നെയുണ്ട് അവർക്ക് അവരുടേതായ ലോസ് ആൻഡ് റൂൾസ്. അവർക്ക് അവരുടേതായ പണിഷ്മെൻറ്റുകളും ആചാരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ മൂപ്പൻ, ആദിവാസികൾക്കൊരു മൂപ്പനുണ്ട്, അദ്ദേഹം പറയുന്നതായിരിക്കും അവരുടെ ലോസ്. അദ്ദേഹത്തിന് അസിസ്റ്റൻറ്റുമാരുണ്ടാവും, അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി കുറച്ച് ആളുകളുണ്ടാവും. അതായത് അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ട്രൈബ്സ് എന്ന് പറയുന്നത്. Common culture. He said tribes derive from the sense of unity which depends in the sharing of common language, common religion, common political organization, common culture. ഇതൊക്കെ കോമൺ ആയിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് കിൻഷിപ്പ് ഫോം ദ ബേസിസ് ട്രൈബൽ സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് കിൻഷിപ്പ്. ഓക്കെ, മോസ്റ്റ് ട്രൈബ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു എക്സാഗോമസ് ക്ലാൻസ് ആൻഡ് ഇൻഡിഗൻസ്. അതായത് അവർ ഡിവൈഡ് ചെയ്ത് രണ്ട് തരത്തിലാണ്, എക്സോഗാമസ് ക്ലാൻസ് ആൻഡ് ലൈനേജസ്. ഓക്കെ, സിമ്പിൾ ഫോം ഓഫ് റിലീജിയൻ. അവരുടെ റിലീജിയൻ സിമ്പിൾ ഫോമാണ്. എന്താണ്, ട്രൈബ്സ് ബിലീവ് സർട്ടൺ മിത്സ് ആൻഡ് റെഡിമെൻ്ററി ടൈപ്സ് ഓഫ് റിലീജിയൻ. ഫർദർ ദ ബിലീഫ് ഓഫ് ടോംസ് ദ സിംബോളിക് ഒബ്ജക്റ്റ് ഇൻ മൈ റിലേഷൻ മെമ്പേഴ്സ് ഓഫ് ദ ട്രൈബ്. ട്രൈബിൽ തന്നെയുള്ള പണ്ടേയുള്ള അവരുടെ ഒരു വിശ്വാസം എന്തിനുള്ള, മിത്ത്, അവരുടെ അതായത് എഴുതപ്പെട്ട് പോയ മിത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ പറയുക, അനുമാനങ്ങൾ,
അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള ഒരു മിത്തിനോടനുബന്ധിച്ചുള്ള വിശ്വാസങ്ങളാണ് ഇവർക്ക്. ഓക്കെ. നെക്സ്റ്റ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ട്രൈബ്സ് ഇൻ സെൻട്രൽ ഇന്ത്യ. എങ്ങനെയാണ് സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ് ഇവരുടെന്ന് വെച്ചാൽ, then socio-economic conditions of tribe addition, they are subjected of disprevious. The tribal communities, especially the central of belt of India, are characterized with declining access of land and other resources due to land alienation and increased diversion forest and common property resource of development project. As a result, അതായത് ആരാണ് ഇവർ അധികവും താമസിക്കുന്നത് കാടുകളിലാണ്. അപ്പോൾ കാടുകൾ വെട്ടിത്തെളിച്ച് ഗവൺമെൻറ് ഓരോരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇവർക്ക് എന്തില്ല, ഇവർക്ക് ഇവരുടെ താമസ സൗകര്യം ഇല്ലാതെ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റിനുള്ളിലുള്ള കാട്ടുപഴങ്ങളും ആ ഫോറസ്റ്റ് റിസോഴ്സസും ആണ്. കാരണം ആ റിസോഴ്സസിനെ നമ്മൾ മനുഷ്യരായ നമ്മൾ സാധാരണ പട്ടണത്തിലൊക്കെ താമസിക്കുന്ന നമ്മുടെ പോലെയുള്ള നോർമലി ജനങ്ങൾ അങ്ങനെ ഫോറസ്റ്റ് റിസോഴ്സ് നമുക്ക് അറിയില്ല, അത് എവിടെയാണ് ഈ പഴങ്ങളുള്ളത് എന്താണെന്ന് നമുക്ക്. പക്ഷേ ആദിവാസികൾക്ക് അവരുടെ ഫുഡ് ഏത് ഭാഗത്താണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. ഒരിക്കൽ പിന്നെ മിസ്സിന് കുട്ടികളെ കൊണ്ടിട്ട് ഒരു ടൂറ് പോയിരുന്നു നമ്മുടെ ജാനകിക്കാട് എന്ന് പറയുന്നത്. ആ ജാനകിക്കാട്ടിലെത്തി നമ്മൾ കുട്ടികളായിട്ട് മിസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആദിവാസിയുടെ ഒരു കുടുംബം ഉണ്ടായത് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവർ വേറെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിലും എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി കുറേ ആൾക്കാർ വന്നു. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് കൊമ്പ് ഒരു വടിയൊക്കെ ആയിട്ട് കുറേ മറ്റേ ഡ്രസ്സൊക്കെ തോല് പോലെ എന്തൊക്കെ ഇട്ടിച്ച് കുറേ ആൾക്കാർ മരത്തിൻ്റെ മറവിലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എൻ്റെ സ്റ്റുഡൻസും ഞാനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല. കാരണം നമ്മളിങ്ങനെ വന്നതാണ്, സഞ്ചാരികളാണ് അല്ലെങ്കിൽ ടൂറ് വന്നതാണെന്ന് മനസ്സിലായപ്പോൾ അവർ നമ്മളോട് പിന്നെ അവരുടെ കയ്യിൽ കുറേ പഴങ്ങളുണ്ടായിരുന്നു. കാരണം കാട്ടിൽ നിന്ന് കിട്ടുന്ന പിന്നെ കടുവയുടെ ഗർജന നമ്മൾ കേട്ടിരുന്നു. ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മളെ വിടൂല, അവിടെ ഭയങ്കര ഇതുണ്ട്, റൂൾസാണ്. പക്ഷെ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലാണെങ്കിലും അപ്പുറത്ത് ആനയുടെ ചിഹ്നം വിളി, കടുവയുടെ അലർച്ചയൊക്കെ കേൾക്കുക, ഇവരൊരു സൗണ്ട് ഉണ്ടാകുമ്പോൾ ആ മൃഗങ്ങൾ അവിടെ അടങ്ങി നിൽക്കുന്നുണ്ട്. അവർ സൈലൻ്റ് ആയിട്ട് ലാംഗ്വേജാണ് അവർ. മൃഗങ്ങളെ അടക്കി നിർത്താനും മൃഗങ്ങൾ ഏത് ഭാഗത്താണ് വരുന്നത്, ആന ചിഹ്നം വിളിച്ച് എങ്ങനെ വരുന്നത്, പിന്നെ ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും എന്താ പറയുക ഡിസാസ്റ്റേഴ്സൊക്കെ ദുരന്തങ്ങളൊക്കെ എന്തെങ്കിലും വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തോ വരുമ്പോൾ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആയിരിക്കുന്നുണ്ട് നമ്മുടെ ആദിവാസികൾക്കുണ്ട്. അതുപോലെ തന്നെ അവർ നമ്മളന്ന് കുറേ ട്രീറ്റ് ചെയ്തു, പഴങ്ങളൊക്കെ തന്നു, എന്തൊക്കെയൊക്കെയോ പഴങ്ങൾ തന്നു. നമുക്ക് നല്ല സ്വീറ്റായിട്ട് തോന്നി. കാരണം നമ്മളെ പട്ടണങ്ങളിൽ നിന്ന് വാങ്ങുന്ന പല അതും ഇതൊക്കെ ഉണ്ടാക്കിയ സാധനം നമ്മൾ തിന്നുന്നത്. പക്ഷേ അവിടെ ഒറിജിനൽ നമ്മുടെ റിസോഴ്സസ് കാട്ടിൽ നിന്ന് നേരെ മരത്തിൻ്റെ മുകളിൽ നിന്ന് പറിച്ചിട്ട് കാട്ടിലെ ഓരോ പഴങ്ങൾക്കും അതിൻ്റെതായ നല്ല അടിപൊളിയായിട്ട് എന്താണ് പ്രകൃതി രുചി അത് തന്നെ ഉണ്ട്. അപ്പം മിസ്സും നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഒരു ആദിവാസി ഫാമിലിയായിട്ട് നമ്മൾ അന്ന് കുറേ മിങ്കിൾ ചെയ്ത് നിന്നിട്ടുണ്ട് കുറേ സമയം. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അവരെന്ത് ചെയ്യും മനസ്സിലാവും. അവരുടെ വീട് കണ്ടിട്ടുണ്ട്, അവർ താമസിക്കുന്ന സ്ഥലം നമ്മളെ പ്രത്യേകിച്ചും മിസ് അവിടെ ഇങ്ങനത്തെ ഒരു കിട്ടുമ്പോൾ മിസ് കറക്റ്റായിട്ട് പിന്നീട് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനെന്നുള്ളൊരു ഇതുള്ളപ്പോൾ മിസ് അവർക്ക് അടുക്കളയും അവർ ജീവിക്കുന്ന രീതികളും അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ അവരുടെ ഫുഡ് ഐറ്റംസും അവരുടെ എല്ലാം മിസ് എന്ത് ചെയ്തു കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ മിസ്സിന് ഇപ്പോൾ നിങ്ങളോട് പറയാനും പറ്റി. ഓക്കെ, ഇതാണ് ട്രൈബ്സ്. ദെൻ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീസ, വെസ്റ്റ് ബംഗാൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. The way is different from these living in northeast India. These are primarily forest-based areas with high concentration of poverty. അപ്പോൾ ഇത്രയും മിസ് പറഞ്ഞ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഫോറസ്റ്റ് ബേസ്ഡ് ഏരിയ ഉള്ള തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മധ്യപ്രദേശ് ആൻഡ് ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ ഏരിയകളിലൊക്കെ ഫോറസ്റ്റ് ബേസ്ഡ് സ്ഥലത്തൊക്കെ നമുക്ക് ആദിവാസികളെ കാണാൻ പറ്റും. അവരുടെ ഒരു പ്രത്യേക മീൻസ് ഇത്രയും പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സും ആൻഡ് പ്രൊട്ടക്ഷൻ അവയർനെസ്സും അവർക്ക് വേണ്ടി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അവരുടെ തന്നെ ഒരു എന്താ പറയുക മൂപ്പൻ എന്നൊക്കെ പറയില്ലേ, അവർക്ക് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ പണിഷ്മെൻറ്റുകൾ ഉണ്ടാവും. പോസിറ്റീവായി ചെയ്യാൻ അവർക്കറിയാം, നെഗറ്റീവായിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു മിസ്സിൻ്റെ ഏതെങ്കിലും ക്ലാസ്സിൽ നമുക്ക് ഡിസാസ്റ്ററിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ദുരന്തങ്ങൾ, കാടിന് എന്തെങ്കിലും വലിയ മഴയോ എന്തെങ്കിലും ദുരന്തം ആയി വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാലാവസ്ഥ വ്യതിയാനം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് ട്രൈബ്സ്. അതായത് അവർക്ക് എന്ത് ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെപ്പറ്റി അറിയാം, കാടിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ട്രൈബ്സ്.